രക്ഷാദൗത്യത്തിന്റെ മറ്റു വിശദാംശങ്ങളുമായി ഹാഷ്മി താജ് ഇബ്രാഹിം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഹാഷ്മി, കയ്യകലത്താണ് അർജുൻ ഉള്ളത് എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല. കാരണം ഇന്ന് നമ്മൾ എന്താണോ തേടിയത് അത് കണ്ടെത്തി. പക്ഷേ നമ്മളുടെ രക്ഷാകരം അതിലേക്ക് എത്തുന്നതിനും തടസ്സമായത് പേമാരിയും കാറ്റും ഈ പുഴയിലെ കുത്തൊഴുക്കുമൊക്കെയായിരുന്നു. നാളെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നാളെ യെല്ലോ അലേർട്ടാണ് അവിടെ ഉള്ളതെന്ന്. ഏറ്റവും ഒടുവിലെ കാലാവസ്ഥാ റിപ്പോർട്ടുകൾ അവിടെ അവിടേക്ക് വരുന്ന മഴമേഘങ്ങളുടെ അളവ് കുറയുന്നുണ്ട്. ഒരു പക്ഷേ ഇന്ന് രാത്രി വൈകിയും നാളെ രാവിലെയും ഒക്കെയായി മഴ കുറയും എന്നാണ് പറയുന്നത്. നമുക്കറിയില്ല, അതെപ്പോഴും മാറി മറിയാം. നാളത്തെ ഓപ്പറേഷൻ്റെ സ്വഭാവം എന്തായിരിക്കും? നാളെ ഉച്ചയോടെ നമ്മൾ തിരയുന്നത് എന്താണോ, അന്വേഷിക്കുന്നത് എന്താണോ, അതിനൊരു ഉത്തരം കിട്ടുമെന്നാണല്ലോ MLA പറഞ്ഞത്. എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. വിജയകുമാർ, MLA-മാർ 2 MLA-മാരും പറയുന്നത് നാളെ ഏറ്റവും നിർണായകമായ ദിവസമാണ്. നാളെ ഉച്ചയോടുകൂടി തന്നെ ഒരു അന്തിമ റിസൾട്ട്, ഒരു ഫൈനൽ പ്രഖ്യാപനം, അല്ലെങ്കിൽ ഫൈനൽ റിസൾട്ട് നാളെ അറിയാൻ കഴിയും എന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ വിജയകുമാർ പറഞ്ഞ മട്ടിൽ അസാധ്യമായ മഴയായിരുന്നു. അങ്ങേയറ്റത്തെ മഴ, വലിയ കാറ്റ്, അങ്ങേയറ്റം പ്രതികൂലമായ കാലാവസ്ഥ എന്ന് പറഞ്ഞ വിജയകുമാർ ഇന്ന് നമ്മൾ എനിക്ക് ദിവസം അത്രയും മഴ പെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും ഇടവിട്ട് പെയ്യുന്ന വലിയ മഴയാണെങ്കിൽ ഇന്നിപ്പോൾ ഈ ലോറി കണ്ടെത്തി, അല്ലെങ്കിൽ ഇതിന്റെ GPS ഇതിന്റെ സിഗ്നൽ കിട്ടി, ലൊക്കേഷൻ കണ്ടെത്തി എന്ന് നമ്മൾ വാർത്ത കൊടുത്തപ്പോൾ തുടങ്ങിയ മഴയാണ്. ആ മഴ അങ്ങനെ നിന്ന് പെയ്യലായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദിവസങ്ങൾ കണ്ട മഴ പോലെ ആയിരുന്നില്ല. അത് എന്തോ ഒരു തരം ഒരു നിർഭാഗ്യം പോലെ തോന്നി വിജയകുമാർ. അങ്ങേയറ്റത്ത് വലിയ മഴ എന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങൾ പെയ്ത ഏറ്റവും വലിയ മഴ ഇന്ന് വൈകുന്നേരം നമ്മുടെ ഈ ശ്രമം തുടങ്ങുമ്പോൾ മുതലാണ് ആ പെരുമഴ പെയ്തത്. ആ പെരുമഴയിൽ ഒരു കാരണവശാൽ രക്ഷാ ദൗത്യം നടത്താൻ കഴിയില്ല എന്ന് നമുക്ക് അപ്പോൾ തന്നെ അറിയാമായിരുന്നു. അങ്ങനെ തന്നെ സംഭവിക്കുന്നു. എന്നാലും ഇന്ന് രാത്രി ഈ ലോറി കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇന്ന് രാത്രി രക്ഷാദൗത്യം തുടരുക എന്നുള്ള ആലോചനയിലൊക്കെ അവിടെ ഉന്നതതല സംഘം എത്തിയിരുന്നതാണ്. പക്ഷേ ഈ പ്രതികൂലമായ കാലാവസ്ഥയിൽ അത് തുടരാൻ കഴിഞ്ഞില്ല. 11 മണി വരെ നാവികസേനാ സംഘങ്ങൾ അവിടെ തുടരും എന്നൊക്കെ KM അഷ്റഫ് MLA പറയുന്നുണ്ടായിരുന്നു. എങ്കിൽ കൂടി നമുക്കറിയാം അത് എഫക്റ്റീവ് ആവില്ല. കാര്യം ഇനി ചെയ്യേണ്ടത് നാവികസേന ഡൈവർമാർ പുഴയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങുക, ഈ ലോറിയുടെ കൃത്യമായ ലൊക്കേഷൻ നിർണ്ണയിക്കുക, അതിനുശേഷം ഇതിനെ ലോക്ക് ചെയ്യാനും ടക്ക് ചെയ്ത് പൊക്കാനുമുള്ള ബാക്കി കാര്യങ്ങൾ അതിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാരണവശാലും ഇന്നിപ്പോ നേവിയുടെ ഡൈവർ സംഘത്തിന് അതിനുള്ളിലേക്ക് ഇറങ്ങാൻ കഴിയുന്ന സാഹചര്യമല്ല. മാത്രമല്ല മഴ ഇവിടെ മാത്രമല്ല വിജയകുമാർ, ഞാൻ അന്വേഷിക്കുമ്പോൾ ഈ പുഴയുടെ മറുകരയിൽ അങ്ങേയറ്റത്ത് ഒക്കെ വൃഷ്ടിപ്രദേശങ്ങളിലൊക്കെ അസാധ്യമായ വലിയ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ പുഴയിലേക്ക് ആ വലിയ നീരൊഴുക്ക് എത്തും. അങ്ങനെ വരുമ്പോൾ അടിയൊഴുക്ക് വളരെ ശക്തമാകും. അതാണ് ഇന്ന് സംഭവിച്ചത്. ഇനി നാളെയാണ് നമ്മുടെ പ്രതീക്ഷാ നിർഭരമായ ദിവസം. ആ ദിവസത്തിലേക്ക് പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ്. ഈ രാത്രി ഇന്നലെ രാത്രി വലിയ മഴ ഇടവിട്ട് പെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രിയും ഇന്ന് രാത്രി അധികം മഴ പെയ്യാതിരുന്നാൽ, വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ പെയ്യാതിരുന്നാൽ കുറച്ചൊരു നീരൊഴുക്ക് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഈ പുഴയുടെ നീരൊഴുക്കിൽ ഈ പുഴ തെളിഞ്ഞിരുന്നു. ഈ പുഴയുടെ നീരൊഴുക്കിൽ അല്ലെങ്കിൽ അടിയൊഴുക്കിൽ അല്പം ഒരു കുറവുണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരത്തോടെ അത് മാറി. ഇന്ന് രാത്രി ഈ വൃഷ്ടിപ്രദേശങ്ങളിൽ കാര്യമായ വലിയ ഭീകരമഴ പെയ്യുന്നില്ല എങ്കിൽ ഈ അടിയൊഴുക്കിന് കുറവുണ്ടാകും. നേവിയുടെ സംഘത്തിന് പൂർണ്ണമായ അടിയൊഴുക്ക് നിന്നതിന് ശേഷം മാത്രം ഇറങ്ങുക എന്നതല്ല, ഇറങ്ങാൻ കഴിയുന്ന, സേഫായി ഇറങ്ങാൻ കഴിയുന്ന ഏത് സാഹചര്യം ഉണ്ടാകും അപ്പോൾ ജമ്പ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു നമ്മുടെ നാവികസേനാംഗങ്ങൾ. അപ്പോൾ നാളെ അടിയൊഴുക്ക് അല്പം കുറവുണ്ടായി കഴിഞ്ഞാൽ, പെരുമഴ ഈ മട്ടിൽ പെയ്യാതിരുന്നു കഴിഞ്ഞാൽ നാളെ അധികം വൈകാതെ തന്നെ ഇറങ്ങി, അതായത് രാവിലെയോടുകൂടി തന്നെ ഇറങ്ങി ഇതിന്റെ ബാക്കി പരിപാടികളിലേക്ക്, ബാക്കി ഈ ലോറി ഉയർത്തുക എന്ന ഏറ്റവും നിർണായകമായ ആ ദൗത്യത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ അറിയുന്നത് നാളെ ഇപ്പോൾ ലോറി ഉയർത്തുന്നു എന്നതിനപ്പുറത്തേക്ക് അതിനുള്ളിലെ പരിശോധന നടത്തുക എന്നുള്ളതാണ്. അർജുൻ എവിടെ എന്നതിനെ തിരയിലാണ് രാവിലെ നടക്കുക എന്നാണല്ലോ. അപ്പോൾ അതിന് നാവികസേനയുടെ ടീം ഇപ്പോൾ തന്നെ സജ്ജമാണ്. അപ്പോൾ ഈ കാലാവസ്ഥ അനുകൂലമാണ് എങ്കിൽ, പുഴയിലെ നീരൊഴുക്കിന് ശക്തി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ അത് നടക്കുമായിരിക്കും അല്ലേ? ലോറി ഉയർത്തലിന് വേണ്ടുന്ന ഹെവി മെഷീനറി, വലിയ ക്രെയിനുകളൊക്കെ അവിടെ എത്തിക്കുന്നത് അത് സമാന്തരമായി നടക്കുമെങ്കിലും ആദ്യം നടക്കുക ഈ ലോറിയിലേക്ക് എത്തി അതിൻ്റെ ക്യാബിൻ തുറന്ന് പരിശോധന തന്നെ ആയിരിക്കുമല്ലോ ഉറപ്പായും, അല്ലേ? ഉറപ്പായും കാർവാർ എസ് നൽകുന്ന സൂചന അത് തന്നെയാണ്. നമ്മൾ ഈ ലോറിയുടെ കാര്യം ചോദിക്കുമ്പോൾ നമ്മുടെ ആദ്യ പ്രിഫറൻസ് അർജുൻ, അതങ്ങനെ തന്നെയാണ്, അർജുൻ തന്നെയാണെന്ന് പറയുന്നു. അപ്പോൾ ഈ ലോറിയുടെ ഇത് ഇങ്ങനെ കീഴ്മേൽ മറിഞ്ഞു കിടക്കുകയാണ്. വിജയകുമാർ, സ്വാഭാവികമായും അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. ലോറിക്കുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഉറപ്പായും അറിയണം. അപ്പോൾ നാവികസേനാ സംഘങ്ങൾ നാളത്തെ ആദ്യ ലക്ഷ്യം, ഫസ്റ്റ് പ്രയോറിറ്റി
ഈ വാഹനത്തിലേക്ക് എത്തുക, ഈ വാഹനത്തിലേക്ക് എത്തി ഈ ക്യാബിൻ തുറന്ന് പരിശോധിക്കുക എന്നുള്ളത് തന്നെയാണ്. വളരെ പ്രതീക്ഷാ നിർഭരം പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുന്ന അർജുന്റെ ബന്ധുക്കൾ മാത്രമല്ല, കേരളം ഒന്നാകെ അർജുൻ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ, നമ്മുടെ ഒരു ബന്ധു പോലെയൊക്കെ തോന്നുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. അപ്പൊ കേരളം ഒന്നാകെ പ്രാർത്ഥിക്കുന്നു. അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിനുമായി സംസാരിച്ചിരുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുക എന്നൊരൊറ്റ വാക്ക് മാത്രമേ പറഞ്ഞു. പക്ഷേ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു എന്താണ് ഒരു വർസ്റ്റ് കേസ് സിനേറിയോ ഉറപ്പായും ജിതിനടക്കമുള്ളവർ മനസ്സിൽ കാണുന്നുണ്ട്. അത് ഇത്ര ദിവസം, നാളെ 10ാം ദിവസമാണ് വിജയം, ഓർത്ത് നാളെ 10ാം ദിവസമാണ്. എന്തായാലും നാളെ മറ്റു തടസ്സങ്ങൾ ഉണ്ടാവുന്നില്ലെങ്കിൽ, കാലാവസ്ഥ പ്രതികൂലമാവുന്നില്ലെങ്കിൽ, നാളെ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ രാവിലെ ഒരു 10:30-11 മണിയോടെ ആ നിർണായകമായ ആ വല്ലാത്ത ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കിട്ടും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷ. അതോടൊപ്പം തന്നെ നാളെ ഈ അങ്കോളയിലേക്ക് മുൻ മേജറിന്റെ സംഘം എത്തിയിട്ടുണ്ട്. ഡ്രോൺ സംവിധാനങ്ങൾ എത്തിയിട്ടുണ്ട്. നാളെ ആ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന തുടങ്ങുകയാണ്. ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയുടെ പ്രത്യേകത എന്താണ്? ഈ മുകൾ തട്ടിൽ നിന്നുകൊണ്ട് തന്നെ താഴെത്തട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ വളരെ ഭംഗിയായി കാണാൻ കഴിയുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എത്രമാത്രം കരങ്ങി മുറിഞ്ഞൊഴുകിയാലും വളരെ വിസിബിളായി കാണാൻ കഴിയുക എന്നുള്ളതാണ് ആ സംവിധാനത്തിന്റെ പ്രയോജനം, പ്രത്യേകത. അപ്പൊ ഈ ലോറിയുടെ കിടപ്പും, അത് ഈ ലോറി ഉയർത്തുമായി ബന്ധപ്പെട്ടാണ്. ഈ ലോറിയുടെ കിടപ്പും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ചുകൂടി എവിഡന്റായി, കുറച്ചുകൂടെ ക്ലിയർ ആയി കാണാൻ ഈ ഡ്രോൺ സംവിധാനം കഴിയും. അങ്ങനെ നാളെ ഈ പറയുന്ന സാങ്കേതിക സംവിധാനങ്ങളെല്ലാം ഒത്തുചേരുന്ന, അതേസമയം തന്നെ ഈ പറയുന്ന ക്രെയിന്, വിഞ്ചർ ആവശ്യമായ, ഈ ലോറിയിൽ നിന്ന് ഈ ലോറി പുഴയിൽ നിന്ന് പൊക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും സെറ്റാണ് എന്ന് MLA മാർ നമ്മളോട് അല്ലാതെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഫോൺ കോളിൽ എത്തിച്ചേരാൻ പരുവത്തിനെല്ലാം സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ട്. അതിലൊക്കെ പ്രധാനം നാളെ ഈ ലോറിയുടെ ക്യാബിനിൽ എന്ത് എന്നുള്ളത് തന്നെയാണ്. വിജയകുമാർ, നാളെ രാവിലെ നാവികസേന അംഗങ്ങൾക്ക് ജമ്പ് ചെയ്യാൻ കഴിയുന്ന കാലാവസ്ഥയാണെങ്കിൽ അവർ ജമ്പ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും ശരി ഹാഷ്മി, അതാണ് നാളെ അതിന് പറ്റുന്ന തരത്തിൽ കാലാവസ്ഥ കൂടി അനുകൂലമാകണം. അതാണ് രക്ഷാപ്രവർത്തനത്തിൽ നിർണായകമാകുന്നത്. അരുൺ പാഴക്കൽ കൂടി വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. അരുൺ, ഇന്ന് വൈകിട്ട് ആയപ്പോഴേക്കും ജില്ലാ ഭരണകൂടം, റവന്യൂ വകുപ്പൊക്കെ അവിടെ പുഴക്കരയിലുള്ളവരോട് പറയുന്നുണ്ടായിരുന്നു പുഴയിലെ ജലനിരപ്പ് ഉയരുന്നു, നീരൊഴുക്ക് ശക്തമാണ്, തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന്. അതാണ് അവിടുത്തെ ഏറ്റവും പ്രതികൂലമായ സംഗതി. അപ്പോൾ ഇനി ഇതേ അവസ്ഥ നാളെ തുടരുകയാണെങ്കിൽ കുറെ കൂടി മെച്ചപ്പെട്ട സൗകര്യങ്ങൾ എന്ന് വെച്ചാൽ നാവികസേനയ്ക്ക് യാത്ര ചെയ്യാൻ ആ ഭാഗത്തേക്ക് എത്താൻ കുറെ കൂടി മെച്ചപ്പെട്ട ബോട്ടുകളും മറ്റും എത്തിക്കേണ്ടതുണ്ട്. അത്തരം സൗകര്യങ്ങൾ, ഏറ്റവും അപകടം നിറഞ്ഞ ഒരു സാഹചര്യം മുന്നിൽ കണ്ട് വേണ്ട ക്രമീകരണങ്ങൾ നാളെ അവിടെ ഉണ്ടാകുമോ? ഇപ്പോൾ ക്രെയിൻ, അതുപോലെ തന്നെ ഈ ഡ്രോൺ, അതൊക്കെ അവിടെ എത്തുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലക്ഷ്യം. അവിടേക്ക് എത്താൻ പറ്റുന്ന തരത്തിൽ പുഴയിലെ സാഹചര്യങ്ങൾ മോശമായാൽ, അല്ലെങ്കിൽ അത് ആ നിലയിൽ അനുകൂലമായില്ലെങ്കിൽ എന്തായിരിക്കും പോംവഴി? അതിനു വേണ്ടുന്ന ബദൽ ക്രമീകരണങ്ങൾ നാവികസേനയ്ക്കുണ്ടാകുമോ നാളെ? തന്നെയാണ് ഈ ആദ്യങ്ങളും അതുപോലെ തന്നെ കൂടുതൽ സജ്ജീകരണങ്ങളും ഒക്കെ ഏർപ്പെടുത്തും. ഒപ്പം ഈ മേജർ ഇന്ദ്രപാലിനെ പോലുള്ള ആളുകൾ, റിട്ടയർഡ് മേജർ ഇന്ദ്രപാലിനെ പോലുള്ള ആളുകളെയും ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അവർ ഇന്ന് വൈകുന്നേരത്തോടുകൂടി, രാത്രിയോടുകൂടി ഈ പ്രദേശത്തേക്ക് എത്തി, ശിരൂരിലേക്ക് എത്തി. തുടർന്ന് ഈ തെരച്ചിൽ നടത്തുന്ന ഉദ്യോഗസ്ഥരുമായി, ആ ദൗത്യസംഘവുമായി ഈ യോഗം ചേർന്നു. നാളെ എങ്ങനെയാണ്, എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് യോഗം ചേർന്നു. പക്ഷേ വിജയകുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ മഴയാണ്. ശക്തമായ മഴ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കും, വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കും. ഈ പുഴയുടെ അടിയൊഴുക്ക് രൂക്ഷമാവുകയാണ്. ഇതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ ട്രക്ക് കിടക്കുന്നത്, അല്ലെങ്കിൽ ഈ ലോറി കിടക്കുന്നത് ഈ മൺകൂനയ്ക്കും അതുപോലെ തന്നെ ഈ കരയ്ക്കും ഇടയിലാണ്. അതായത് ഈ കായക്കട, വിജയകുമാർ, ഞാൻ നേരിട്ട് ആ പ്രദേശത്ത് പോയ സമയത്ത്, ഈ പരിശോധന നടത്തുന്ന സമയത്ത് വൈകിട്ട് 5:30 ഞാൻ ആ പ്രദേശത്ത് പോയ സമയത്ത് ഈ മൺകൂനയ്ക്കും അതുപോലെ തന്നെ ഈ കരയ്ക്കും, അതായത് ആ ചായക്കട സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് മണ്ണ് മൂടിക്കിടക്കുക. ആ മണ്ണ് മൂടി അവിടെ ഒരു കരഭാഗം രൂപപ്പെട്ടിട്ടുണ്ട്. ഈ കരയ്ക്കും ഇടയിലാണ് ഈ ട്രക്ക് കണ്ടെത്തിയത്. MLAയും SP-യും ഉൾപ്പെടെയുള്ള ആളുകൾ അവിടേക്ക്, അതായത് ഈ ട്രക്ക് കിടക്കുന്ന സ്ഥലത്തേക്ക് നാവികസേനയുടെ ബോട്ടുകളിൽ എത്തിയിരുന്നു. പക്ഷേ അതിശക്തമായ കാറ്റ്, അതിശക്തമായ മഴ, ഒപ്പം നല്ല രീതിയിലുള്ള അടിയൊഴുക്ക്, കർണാടക ഉൾവരത്തിലൊക്കെ നല്ല രീതിയിൽ മഴയുണ്ട്, നല്ല ശക്തമായ അടിയൊഴുക്ക് ഈ പുഴയിലുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് ആ ട്രക്കിനെ അവിടെ നിന്ന് കയറ്റുക എന്നത് വളരെയേറെ പ്രയാസകരമാണ്. ഈ ട്രക്ക് അവിടെ കാര്യം MLA ഉൾപ്പെടെയുള്ളവരുമായി ആ സമയത്ത് അവർ സംസാരിച്ചപ്പോൾ മനസ്സിലായ കാര്യം,
ഇപ്പോൾ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ആ ട്രക്കിനെ പെട്ടെന്ന് പൊക്കിയെടുക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മുങ്ങൽ വിദഗ്ധന്മാർ ആരെങ്കിലും അവിടെ പോയി ആ ട്രക്കിനടുത്ത് പോയി അതിനെ എവിടെയെങ്കിലും ലോക്ക് ചെയ്തിടുക, അത് ഒഴുകി പോവാതിരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയ ലൊക്കേഷനിൽ നിന്ന് തെന്നിമാറാതിരിക്കുക, ഇതാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. പക്ഷേ ആ മുങ്ങൽ വിദഗ്ധന്മാർക്ക് പോലും അകത്തേക്ക്, അതായത് ഈ വെള്ളത്തിനടിയിലേക്ക് പോകാൻ കഴിയാത്തത്ര രീതിയിൽ മണ്ണടിഞ്ഞു കൂടിയിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഈ അടിയൊഴുക്കും വളരെയേറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഈ പ്രതിസന്ധികളെയൊക്കെ മറികടന്നുകൊണ്ടായിരിക്കണം നാളത്തെ ഒരു രക്ഷാപ്രവർത്തനം, നാളത്തെ ഒരു ദൗത്യം ആരംഭിക്കേണ്ടത്. അത് ഇനി എന്ത് ചെയ്യും എന്നതിനെ കുറിച്ച് ഇന്ന് വൈകുന്നേരത്തോടുകൂടി യോഗം ചേർന്നു. എന്തായാലും നാളെ രാവിലെ ഈ ഒരു പ്രതിസന്ധി ഘട്ടങ്ങൾ, അതായത് ശക്തമായ മഴയോ ശക്തമായ കാറ്റുമില്ലെങ്കിൽ അതിരാവിലെ തന്നെ തെരച്ചിൽ ആരംഭിക്കാനുള്ള, അതിരാവിലെ തന്നെ ഈ ലോറി കരക്കെത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുക. പക്ഷേ മഴയും അതുപോലെ തന്നെ ശക്തമായ നാളെ അരുൺ ഒരു നിമിഷം തുടരുക. നാളെ എന്താണ് നടക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ ഔദ്യോഗികമായി ഇപ്പോൾ വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം ലോറി പുറത്തെടുക്കുന്നതിനല്ല, അർജുനെ കണ്ടെത്തുന്നതിനാണ് പ്രഥമ പരിഗണന എന്നാണ് സൈന്യം അറിയിക്കുന്നത്. അതിന് ഈ ഡൈവേഴ്സിനെ, നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരെ അവിടെ ഇറക്കുകയും ആ ക്യാബിനിൽ പരിശോധന നടത്തുകയും ചെയ്യുക എന്നതാണ് ആദ്യത്തെ ജോലി. അതിൽ അർജുൻ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിനാണ് പ്രഥമ പരിഗണന. അതാണ് ആദ്യം അവിടെ നടക്കുന്നത്. അതിനുശേഷമാണ് ഈ ട്രക്ക് പുറത്തെടുക്കുന്നതിനെ പറ്റി അതിൻ്റെ മറ്റു ക്രമീകരണങ്ങളിലേക്ക് പോവുക. മുങ്ങൽ വിദഗ്ധർ ഈ പുഴയിലേക്ക് ഇറങ്ങി പരിശോധന നടത്തും നാളെ എന്നുള്ളതാണ് ഈ സേനാ കേന്ദ്രങ്ങളൊക്കെ അറിയിക്കുന്നത്. അവരുടെ പരിശോധനയ്ക്ക് വേണ്ടുന്ന ക്രമീകരണങ്ങൾ, ഇപ്പോൾ പുഴയിൽ ഇതേ തോതിൽ നീരൊഴുക്കാണെങ്കിൽ മറ്റു ചില ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും. ഇതിൽ വെള്ളം കുറെ കൂടി കുറയുകയാണെങ്കിൽ രാവിലെ തന്നെ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ പുഴയിൽ ഇറങ്ങി ആ വാഹനത്തിനടുത്തെത്തും. ലോറി ഒരു വലിയ കൊളുത്തുകൾ ഇട്ട് ലോറി ഉയർത്തുക എന്നതാണ് ഒരു മാർഗമായി ഇപ്പോൾ അറിയുന്നത്. ലോറിയിൽ വലിയ കൊളുത്തുകൾ ഇട്ട് ഉയർത്തുക, അതിന് വേണ്ടുന്ന ക്രെയിനുകളും മറ്റ് എക്യുപ്മെൻസും അവിടെ എത്തിയിട്ടുണ്ട്, അത് ആ പരിസരത്തുണ്ട്. നാളെ ഈ പ്രാഥമിക ഈ മുങ്ങൽ വിദഗ്ധരുടെ പരിശോധന കഴിഞ്ഞാൽ അതായിരിക്കും നടക്കുക. ലോറിയിൽ വലിയ കൊളുത്തുകൾ ഉറപ്പിക്കുക, അതെങ്ങനെ ഉറപ്പിക്കാൻ പറ്റുമെന്നത് ഈ മുങ്ങൽ വിദഗ്ധർ ആ വാഹനത്തിൻ്റെ നില പരിശോധിച്ച ശേഷമായിരിക്കും അതിലെങ്ങനെയാണ് ഈ കൊളുത്തുകൾ ഉറപ്പിക്കാൻ കഴിയുക എന്ന് പരിശോധിക്കുക. സ്കൂബ ഡൈവേഴ്സ് താഴെ ഇറങ്ങി അവർ തന്നെ ആയിരിക്കും ഈ ട്രക്കിൽ ഈ കൊളുത്ത് ഉറപ്പിക്കുന്ന ജോലി അവർ തന്നെ ആയിരിക്കും. അത് വളരെ ശ്രമകരം, എന്ന് വെച്ചാൽ ഭഗീരഥ പ്രയത്നം തന്നെ അതിന് വേണ്ടി വരുമെന്ന് സേനാ കേന്ദ്രങ്ങൾ അറിയിക്കുന്നുണ്ട്. അവർ ഈ കൊളുത്ത് ഇതിൽ ഘടിപ്പിച്ചതിന് ശേഷം തിരികെ ജലോപരിതലത്തിലെത്തി അവരുടെ ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടിയാൽ അതിന് ശേഷമായിരിക്കും ഈ ട്രക്ക് ഉയർത്തുന്നത്. ക്രെയിനും മറ്റുമായിരിക്കും അതിന് ഇത് വലിച്ചു പൊക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പോഴത് തലകീഴായി കിടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് SP നമ്മളോട് പറഞ്ഞത്. അത് നാളെ അതൊന്നുകൂടി ഉറപ്പിക്കണം. അതിനുശേഷം ഈ കൊളുത്തിൽ ഇത് ഘടിപ്പിച്ച് ഇത് സ്കൂബ ഡൈവേഴ്സിൻ്റെ അവർ ജലോപരിതലത്തിൽ മടങ്ങിയെത്തിയ ശേഷം ഇത് വലിച്ച് ഉയർത്തുകയും അതിന് ക്രെയിൻ അവിടെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്തരം ഹെവി എക്യുപ്മെൻറ്റ്സ്, അതിന് വേണ്ടുന്ന എക്യുപ്മെൻറ്റ്സ് ഒക്കെ അവിടെ എത്തിക്കുന്ന തിരക്കിലാണ്. അത് പരമാവധി മുഴുവൻ രാവിലേക്ക് തന്നെ അവിടെ സംഭരിക്കും. അന്തിമ നീക്കങ്ങളുടെ ഭാഗമായി ജില്ലാ ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ, റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരൊക്കെ ഇതിനോടകം അവിടെ പ്രാഥമിക ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. പ്ലാൻ എ, പ്ലാൻ ബി എന്ന മട്ടിൽ തന്നെ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്ലാൻ എ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സൂചിപ്പിച്ച സംഗതി. ഇനി പ്ലാൻ ബി, അവിടുത്തെ കാലാവസ്ഥ മോശമാവുകയും വെള്ളത്തിൻ്റെ അളവ് ഇങ്ങനെ കുത്തൊഴുകി വരികയാണെങ്കിൽ അതിന് പകരം എന്ത് ചെയ്യണമെന്നതിൽ ചില പുനരാലോചനകൾ നടത്തുകയും ചെയ്യും. ഇന്നിപ്പോൾ വൈകിട്ടായപ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തീരപ്രദേശത്തുള്ളവർക്ക് പോലും ജാഗ്രതാ നിർദ്ദേശം കൊടുക്കേണ്ടി വന്നു. അവിടെ ഓറഞ്ച് അലേർട്ടുണ്ട്, കൂടുതൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ രാത്രി വൈകി മഴ കുറയും എന്നതാണ് ഇതുവരെയുള്ള സൂചനകൾ വരുന്നത്. അപ്പോൾ ഈ തലകീഴായി കിടക്കുന്ന ലോറി പുറത്തേക്ക് കൊണ്ടുവരിക, അതിന് വേണ്ടുന്ന വലിയ സാമഗ്രികളൊക്കെ അവിടെ എത്തിക്കുക, അത്തരം ജോലികൾ ഇപ്പോൾ നടക്കുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നാളെ ഈ രക്ഷാ ദൗത്യത്തിൻ്റെ ഏറ്റവും ക്രൂഷ്യലായ ദിവസം, 10ാം ദിവസമാണ്. നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തും എന്ന് ഇന്ന് നേരത്തെ MLA സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ലക്ഷ്യത്തിലേക്ക് എത്തും എന്ന് കരുതാം. ഏറ്റവും ഒടുവിൽ ഒരിക്കൽ കൂടി അരുൺ, നമ്മളുടെ മുന്നിലുള്ളത് വലിയ ടാസ്ക്കാണ്, വലിയ ഭഗീരഥ പ്രയത്നം തന്നെ വേണ്ടിവരും. രണ്ടു കാര്യങ്ങളും, ഒന്ന് അതിലെ ക്യാബിൻ്റെ പരിശോധന, മറ്റൊന്ന് ആ ലോറി മുകളിലേക്ക് കൊണ്ടുവരിക. രണ്ടും രണ്ട് തരത്തിൽ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വ്യക്തമായ പദ്ധതികളുണ്ട്, അതനുസരിച്ച് തന്നെ ആയിരിക്കുമല്ലോ ഈ ഉന്നതതല യോഗമൊക്കെ ഇന്ന് അവിടെ ചേർന്നത്, അല്ലേ?
അതുതന്നെയാണ് വിജയകുമാർ. വ്യക്തമായ പദ്ധതികളുണ്ട്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഈ പ്ലാൻ എയും പ്ലാൻ ബിയും ഉണ്ട്. ഈ പ്ലാൻ ബി അത്രത്തോളം ശക്തമാവണം. കാരണം ഒരു കാരണവശാലും ഈ പുഴയിലെ വെള്ളം കുറയുമെന്ന പ്രതീക്ഷ ഈ ദൗത്യ സംഘത്തിനില്ല. ശക്തമായ ഒഴുക്ക് ഈ പുഴയിലുണ്ട്. ഈ പാടശേഖരങ്ങളൊക്കെ, അതായത് വയലുകളൊക്കെ ഉള്ള പ്രദേശത്തെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറി തുടങ്ങിയിരിക്കുന്നു. അത് ഈ ശിരൂരിലെ മലയിടിച്ചിലുണ്ടായ ആ സ്ഥലത്ത് നിന്ന് തൊട്ടടുത്ത 100 മീറ്റർ പുറകിലേക്ക് വരെ ഞാൻ അവിടേക്ക് നടന്നു പോകുന്ന സമയത്തൊക്കെ വെള്ളം കയറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ആ വെള്ളം ഇറങ്ങാനുള്ള യാതൊരു വിധത്തിലുള്ള സാധ്യതയുമില്ല. ഈ അരമണിക്കൂർ മുൻപ് വരെ നമ്മൾ ആ സ്ഥലത്ത് നിൽക്കുമ്പോൾ വെള്ളം ഇങ്ങനെ മഴ ഇങ്ങനെ ശക്തമായി പെയ്യുന്നു. ഒപ്പം വെള്ളം കുത്തി ഒലിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അതിന് അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തെ എങ്ങനെ തരണം ചെയ്യാമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടിയുള്ള പ്രയത്നമായിരിക്കും നാളെ ഉണ്ടാവുക. നാളെ ഈ മുങ്ങൽ വിദഗ്ധന്മാരൊക്കെ ഈ വെള്ളത്തിനടിയിലേക്ക് പോയി ആ വാഹനത്തെ, ആ ലോറിയെ ലോക്കിട്ട് ഉറപ്പിക്കണം. ഒപ്പം ഈ ലോറിയെ പൊക്കണം, അർജുനെ കണ്ടെത്തണം, അർജുനെ പുറത്തെടുക്കുക എന്നുള്ളതാണ്. അർജുൻ അതിനുള്ളിൽ ഉണ്ടെങ്കിൽ പുറത്തെടുക്കുക, അർജുനെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രഥമ പരിഗണനയായി ഈ സൈന്യം മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ ഇപ്പോൾ പൂർത്തിയായി. രാത്രിയോടുകൂടി യന്ത്രങ്ങളൊക്കെ ആ പ്രദേശത്തേക്ക് എത്തിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ നിലവിൽ തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ രാത്രിയോടുകൂടി യന്ത്രങ്ങൾ എത്തിക്കാനുള്ള ഒരു നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി. ഈ കാലാവസ്ഥ കാലാവസ്ഥ അനുകൂലമായാൽ നാളെ ഉച്ചയോടുകൂടി ഈ ലോറിയിൽ അർജുൻ ഉണ്ടെങ്കിൽ ലോറിയിൽ നിന്ന് അർജുനെ പുറത്തെത്തിക്കാൻ സാധിക്കും, ലോറി ഉയർത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ദൗത്യ സംഘം വെച്ചു പുലർത്തുന്നത്. എന്തായാലും ഒരു ശുഭപ്രതീക്ഷയാണ് ഈ ലോറി. ഉറപ്പായും അതാണ്, ശുഭപ്രതീക്ഷയുണ്ട്. നാളെ അതിൽ നമുക്ക് ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ കഴിയും. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആ വലിയ വെളിച്ചമുള്ളതാണ്, ആ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ദൗത്യത്തിൻ്റെ ഒരു കോർ ഏരിയ എന്ന് പറയുന്നത്, അതിൻ്റെ കേന്ദ്രസ്ഥാനം എന്ന് പറയുന്നത്. അവിടെയാണ് ഈ ദൗത്യം ആകെ പുരോഗമിക്കുകയും അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നത്. അവിടേക്കാണ് നാളത്തെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിക്കാൻ പോകുന്നത്. രാവിലെ 6 മുതൽ തന്നെ അവിടെ ദൗത്യസംഘം എത്തും. ആദ്യ പടി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്, നാവികസേനാ സംഘത്തിന് വെള്ളത്തിലേക്ക് ഇറങ്ങി പരിശോധനയ്ക്ക് സാധ്യമാകുമോ എന്നുള്ളതാണ്. അത് രാവിലെ തന്നെ നടക്കും.